പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ രാം മന്ദിറിലെ പല്ലക്കുത്സവം ആണ് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഞാൻ ആ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി പുറത്തേക്ക്, അതായത് മെയിൻ റോഡിലേക്കാണ് ഇറങ്ങുന്നത്. ഇനി നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സരയൂ നദീ തീരത്ത് ആരതി കാണാൻ പറ്റില്ല, ആരതിയുടെ സമയം കഴിഞ്ഞു. പക്ഷെ അവിടെ ലൈറ്റ് ഷോ ഉണ്ട്. അതായത് ഒരു എന്താ പറയുക, ലേസർ ഷോന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കാണാനുള്ള ഒരു പുറപ്പാടിലാണ്. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? 6:15, 7 മണിക്കാണ് അവിടെ എത്തേണ്ടത്. 7 മണിക്കാണ് അത് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കൊരു ഓട്ടോ ഒക്കെ കിട്ടുമോ എന്ന് നോക്കാം. അപ്പം ഇതാണ് മെയിൻ ഭാഗം കേട്ടോ, മെയിൻ എൻട്രൻസ് ആണ് ഇത്. അപ്പോൾ മെയിൻ എൻട്രൻസിലേക്ക് വന്ന് കണ്ടപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയണത് നല്ല തിരക്കാണ്. ഇവിടെ ഒരു വണ്ടി പോലും കാണുന്നില്ല, കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് നടക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നടന്നൊരു വഴിക്കായി. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, അത്യാവശ്യം ഈ സ്കൂട്ടറും കാര്യങ്ങളും ഒക്കെയാണ് പോകുന്നത്. ഓട്ടോ ഒന്നും കാണാൻ പോലും ഇല്ല കേട്ടോ. അവസാനം നമ്മളിതേ ഇവിടെ എത്തി. ഇതാണ് സ്പോട്ട്. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ ചോദിച്ച് ഞാൻ അങ്ങ് നടന്നു. ഒരു ഓട്ടോയും കിട്ടിയില്ല, ഒരു കുന്തവും കിട്ടിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തനിച്ചായതുകൊണ്ട് നമ്മൾ ആരെയും എന്താ പറയുക മൈൻഡ് ചെയ്യണ്ട. ചിലർക്കിപ്പം കൂടെയൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്കതൊക്കെ ബുദ്ധിമുട്ടല്ലേ. പക്ഷെ തനിച്ച് നടക്കുമ്പോൾ ഉള്ള യാത്ര എന്ന് പറയുന്നത് അതൊരു ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. ഞാനങ്ങനെ 7 മണിക്ക് ഇത് തുടങ്ങുമെന്ന് പറഞ്ഞ കാരണം നല്ല സ്പീഡിലാണ് നടന്നത്. എന്തായാലും തുടങ്ങേണ്ട ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല കളർഫുൾ ഏരിയ അല്ലേ, നല്ല ഭംഗിയുണ്ട്. നമ്മളിത് പകലിൻ്റെ വിഷ്വൽ നിങ്ങളും ഇത് കണ്ടിട്ടില്ല, ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് രാത്രി എന്ന് പറയുന്നത് ഒരു വേറെ വൈബ് അല്ലേ. ഇവിടെ വലിയൊരു സ്റ്റേജും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ എന്നും പ്രോഗ്രാമാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. എന്ത് വലിയ സ്റ്റേജാണ് അല്ലേ, നിറയെ കസേരകളും ഒക്കെ ഇട്ട്. എനിക്കൊന്ന് ഈ ലൈറ്റ് ഷോ കഴിഞ്ഞ ഉടനെ ഇവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും. എന്തായാലും അയോധ്യ മൊത്തം കളറാണ്. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു സ്പോട്ടിനുണ്ടല്ലോ വേറെയും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇതൊരു ഗിന്നസ് റെക്കോർഡ് കൂടെ നേടിയിട്ടുള്ള ഒരു പോയിൻ്റാണ്. നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഒരുപാട് മുമ്പ് കണ്ടിട്ടുണ്ടാവും. അതായത് ദീപാവലി സമയത്ത് എനിക്ക് തോന്നുന്നു 4.5 ലക്ഷത്തോളം വിളക്കുകൾ തെളിയിച്ച അങ്ങനെ ഒരു ബഹുമതി കിട്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഗിന്നസ് റെക്കോർഡ്. അപ്പോൾ ആ സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്, ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകളാണിത്. നമ്മളിപ്പോൾ വാരണാസി അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഗംഗാ ആരതിയൊക്കെ പോലെ തന്നെ ഇവിടെ ഈ സരയൂ നദിയിൽ നടക്കുന്ന ഈ ഒരു ലൈറ്റ് ഷോ ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടുത്തെ സ്റ്റേജ് പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൽ പെർഫോം ചെയ്യാനുള്ള ആളുകളാണ് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇവിടെ ഒരു വ്ളോഗർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഈ സരയൂ നദിയിൽ ഇങ്ങനെ ഒരു വാട്ടർ ഫൗണ്ടനും പ്രത്യേകിച്ച് ഈ കളർ കോമ്പിനേഷനും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഫീൽ ഗുഡാണ്. തീർച്ചയായിട്ടും ഈ അയോധ്യയിൽ വരുമ്പോൾ വെറുതെ രാമക്ഷേത്രം മാത്രം ലിസ്റ്റ് ചെയ്യാതെ ഇങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ടു പോകുമ്പോഴാണ് നമുക്കതൊരു ഫുൾഫിൽ ആവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ദിവസത്തിൽ കൂടുതൽ എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ വരണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെയും ഒക്കെ ഒരു കൺട്രോൾ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ സമയം ഇപ്പോൾ എത്രയെന്ന് അറിയോ, 7:20 തുടങ്ങുന്ന ഒരു ലക്ഷണം കാണല്ലേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ തുടങ്ങി. അപ്പോൾ ഇനി ഞാൻ ഡയലോഗൊക്കെ നിർത്തുകയാണ്. ഇനി നല്ലൊരു മ്യൂസിക്കോടുകൂടെ നമുക്ക് ഇവിടുത്തെ ഈ ലൈറ്റ് ഷോ ഒന്ന് ആസ്വദിക്കാം കേട്ടോ.
അങ്ങനെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആളുകൾ ഡാൻസ് ചെയ്യുന്നതും എല്ലാം മതിമറന്ന് ആസ്വദിക്കുന്നതും അതൊക്കെ കാണാനൊരു പ്രത്യേക രസമായിരുന്നു. എനിക്കെന്തായാലും ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ എന്താ പറയുക, അത് ആസ്വദിക്കാനേ പറ്റിയുള്ളൂ, കളിക്കാൻ പറ്റിയില്ല. അപ്പം ഇവിടെ കറക്റ്റ് സമയത്ത് അതേ സ്റ്റേജിൽ അവിടുത്തെ പരിപാടി കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേജിൽ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു ഓട്ടോ കിട്ടിയിട്ട് ഓട്ടോയിലാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ദൈവമേ ഇന്ന് മൊത്തം എൻ്റെ നാട്ടിൽ എൻ്റെ ഊപ്പാടളകുമെന്ന്. എന്തോ ഒരു ഭാഗ്യത്തിന് അവിടുന്ന് കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ തിരിച്ചൊരു ഓട്ടോ കിട്ടി. 100 രൂപയാണ് പറഞ്ഞത്. 100 അല്ല 200 ആയാലും ഞാൻ കൊടുക്കുമായിരുന്നു. കാരണം അത്ര നടന്ന് കാലിന് വേദനയുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു. കുറച്ച് നടന്നാലും ഒരുപാട് നല്ല കാഴ്ചകൾ, മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ എൻ്റെ അയോധ്യയിലെ ലാസ്റ്റ് ഡേ ആണ്. 3 മണിക്ക് എനിക്ക് ഇവിടുന്ന് പോകണം. അപ്പോൾ രാവിലെ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ. 아유,